ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണം അല്പം ശ്രദ്ധ. മഴക്കാല രോഗ പ്രതിരോധത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി കണ്ണിയമ്പുറം ഗവൺമെന്റ് ആശുപത്രി CMO ഡോക്ടർ സീന. മഴക്കാലം പകർച്ചവ്യാധികളുടെ കൂടി കാലമാണ്. ജനങ്ങൾ ആരോഗ്യത്തോടെ തുടരാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി കണ്ണിയമ്പുറം ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ സിനി. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികളുടെ തിരക്കാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാല ശുചീകരണത്തിലും ഭക്ഷണ രീതിയിലും ജാഗ്രത വേണമെന്ന് ആശുപത്രി CMO ഡോക്ടർ സിനി ACV ന്യൂസിനോട് പറഞ്ഞു. മഴക്കാലം പൊതുവെ ഒരുപാട് രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കുന്ന സമയമാണ്. അതിൻ്റെ കാരണം ശരീരം ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു കാലമാണ് മഴക്കാലം. അതുകൊണ്ട് തന്നെ അഗ്നിബലം വളരെ കുറയും. അഗ്നിയെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ ശാസ്ത്രത്തിൽ ഇപ്പോൾ പഞ്ചകോലം ഇട്ട് ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറയുന്നത്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കാരണം ജലം വളരെയധികം പൊല്യൂട്ടഡ് ആയിരിക്കും ഈ സമയത്ത്. അതുകൊണ്ട് തിളപ്പിച്ച ജലം, നമ്മുടെ ഔഷധ ചൂർണ്ണങ്ങളൊക്കെ കിട്ടും, അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ കൃത്യമായി എല്ലാ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് ആരോഗ്യ സ്ഥാപനങ്ങൾ വളരെ കൃത്യമായി ചെയ്യേണ്ടതാണ്. പിന്നെ പുകയ്ക്കുന്നതിന് ഒരു അപരാജിത ധൂമചൂർണം എന്ന് പറഞ്ഞൊരു പൊടി, അത് പൊതുവെ അറിയപ്പെടുന്നത് കൊതുകിനെ പുകയ്ക്കുന്ന പൊടി എന്നാണെങ്കിലും അത് ശരിക്കും വളരെയധികം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിനാണ്. പിന്നെ എന്തെങ്കിലും പനി, ഒരു പലതരത്തിലുള്ള പനികളാണ്, പേരുകളൊന്നും പറയാൻ പറ്റാത്തത്രയും തരം പനികളാണ് ഓരോ മഴക്കാലത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 24 വർഷമായിട്ട് ഈ അവസ്ഥയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പനികൾക്ക് എന്ത് പനിയാണെന്നാലും തൊട്ടടുത്ത ആയുർവേദ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ എന്ത് ആരോഗ്യ സ്ഥാപനത്തെയാണെങ്കിലും സമീപിക്കുക, കൃത്യമായ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യുക. ഇവയൊക്കെയാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഭക്ഷണം ലഘുവാക്കാൻ ശ്രദ്ധിക്കാനും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനും വൃത്തിയോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഋതുചര്യ എന്ന് പറഞ്ഞിട്ട് ഓരോ ഋതുക്കളിലും അനുഷ്ഠിക്കേണ്ട ചര്യകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നത് ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണം. ദഹന വ്യവസ്ഥ ഏറ്റവും ദുർബലമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ മഴക്കാലത്ത് എല്ലാവരും പുറത്ത് പണിക്ക് പോകുന്നവരൊക്കെ വീടിനകത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ ഈ കാലത്തും നമുക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. എന്ത് ദുരന്തങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും ജോലികൾക്കും മറ്റുമായിട്ട് നമുക്ക് പുറത്ത് പോകേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പിട്ട് മാത്രം പുറത്തിറങ്ങുക, പരമാവധി അങ്ങനെ വെള്ളക്കെട്ടുകളിലും ഒക്കെ ഒന്നും ഇടാതെ സൂക്ഷിക്കുക, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 2 മണി വരെ കണ്ണിയമ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നാച്ചുറോപ്പതി ആൻഡ് യോഗ, വിഷ ഉൾപ്പെടെ 7ഓളം ഡോക്ടർമാരുടെ സേവനവും 30ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഗവൺമെന്റ് ആശുപത്രിയിൽ ലഭ്യമാണ്.